നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ക്രിമിനലുകൾ ഉള്ളത് മുസ്ലിം മതത്തിലാണോ? ക്രിസ്ത്യൻ മതമോ മുസ്ലിം മതമോ ഹിന്ദു മതമോ അങ്ങനെ ഒരു കണക്ക് പറയുന്നുണ്ടോ? ഈ കണക്ക് പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനവും രേഖയും ഉണ്ടോ? ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. അതെ, ആ വിദ്വേഷ പരാമർശത്തിന് വേണ്ടിയിട്ടാണ് CPM നേതാവ്, ഓർക്കുക, മതേതരത്വത്തിൽ ആണയിടുന്ന CPMന്റെ MJ ഫ്രാൻസിസ് എന്ന നേതാവിനെതിരെ കേസെടുക്കുക എന്ന് വേണം, സംശയമൊന്നുമില്ല. പറഞ്ഞ് ശരിയാക്കാമെങ്കിൽ വലിയൊരു കാര്യം. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് മുസ്ലിം സമൂഹത്തിലെ ആൾക്കാരാണ് കൂടുതൽ ക്രിമിനൽസ് ആവുന്നത് നോക്കി. അങ്ങനെ യാതൊരു ഡേറ്റയോ കണക്കോ എവിടെയും ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പലപ്പോഴും പറയുന്ന ഡേറ്റ സോഴ്സ് വെച്ചും റെഫറൻസ് വെച്ചാണ് പറയുന്നത്. ഉദാഹരണം, ഫെർട്ടിലിറ്റി റേറ്റ് ആണെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ സെൻസസോ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനോ അടക്കമുള്ള കാര്യങ്ങളെ വെച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ ഡോക്ടർ സിബി മാത്യൂസിന്റെ പഠനങ്ങളെ വെച്ച് പറയാറുണ്ട്. അപ്പോൾ ഒരു റെഫറൻസും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പൊ MJ ഫ്രാൻസിസിന്റെ പരാമർശം എന്താണെന്ന് നോക്കാം. നോക്കുക, CPM മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗമാണ് MJ ഫ്രാൻസിസ്. അദ്ദേഹമാണ് ഈ ഇസ്ലാമോഫോബിയ പടർത്തുന്ന, മുസ്ലിം വിരോധം പടർത്തുന്ന പരാമർശങ്ങൾ ഇട്ടത്. ശ്രീ ജലീൽ മുസ്ലിം സമൂഹത്തെ കുറിച്ച് പറഞ്ഞൊരു പരാമർശത്തിന്റെ താഴെയാണ് ഇട്ടത്. ശ്രീ ജലീൽ അടക്കമുള്ളവർ എല്ലാ സമൂഹത്തെയും ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അതിൽ ഈ കണക്കുകൾ പറയുമ്പോൾ നമുക്ക് സോഴ്സ് വേണം, ഒരു ഓതന്റിസിറ്റി വേണം, ഡേറ്റ വേണം. ചുമ്മാ കൈന്നിട്ട് കണക്ക് പറയാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പൊ എന്താണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ സ്വഭാവമുള്ളത് മുസ്ലിങ്ങൾക്കാണ്. അവരെ പഠിപ്പിക്കുന്നത് എന്ത് തെറ്റ് ചെയ്താലും അങ്ങനെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി, എല്ലാ വർഷവും നോമ്പ് നോറ്റ് പകൽ മുഴുവൻ ഉമിനീര് പോലും ഇറക്കാതെ എന്നായിരിക്കും, രാത്രി നല്ല ഭക്ഷണം കഴിച്ചുറങ്ങിയാൽ ഒരു വർഷം പ്ലാൻ ചെയ്ത കുറ്റങ്ങൾക്കും പോരായ്മകൾക്കും പരിഹാരം ഉണ്ടാകും എന്നാണ് മതപുരോഹിതന്മാർ പഠിപ്പിക്കുന്നതെന്നാണ് MJ ഫ്രാൻസിസ് കമന്റിൽ പറയുന്നത്. ഇദ്ദേഹത്തിന് ഈ വിവരം എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. ഏത് മുസ്ലിം എങ്ങനെ പഠിപ്പിക്കുന്നത്, ഏത് മദ്രസയിലോ അല്ലെങ്കിൽ ഏത് മത ആത്മീയ വിദ്യാഭ്യാസ കേന്ദ്രത്തിലാണ് പഠിപ്പിക്കുന്നത്? എന്തായാലും ഈ വിഷയം വിവാദമായതോടുകൂടി ഫ്രാൻസിസ് ഖേദപ്രകടനം നടത്തി. അദ്ദേഹത്തിന്റെ ഖേദപ്രകടനം കൂടെ പറയാം. സംഭവം വിവാദമായതോടുകൂടി CPM ഫ്രാൻസിസിനെ തള്ളി പാർട്ടി രംഗത്തെത്തി. ഫ്രാൻസിസിന്റെ കമന്റ് പാർട്ടി നിലപാടല്ലെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ ശക്തികൾ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPM എന്നും വ്യക്തമാക്കി മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി പ്രസ്താവന ഇറക്കി. വിഷയത്തിൽ ഫ്രാൻസിസിനോട് വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഫ്രാൻസിസ് ഖേദപ്രകടനം നടത്തി. കമന്റ് മുസ്ലിം മതവിഭാഗത്തെ ആകെ ക്രിമിനൽ സ്വഭാവക്കാരായി ചിത്രീകരിക്കുന്ന നിലയിലായി പോയത് തീർത്തും തെറ്റായി പോയി എന്നും ഈ കമന്റ് മൂലം മാനസികമായ വിഷമമുണ്ടായ മുഴുവൻ പേരോടും ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. ഞാൻ ഏതെങ്കിലും മതവിശ്വാസം പിന്തുടരുന്ന ആളല്ല, അതാണ് വലിയ പ്രശ്നം. പുള്ളിക്ക് അങ്ങനെ ഒരു ആത്മീയതയും ഈശ്വരവിശ്വാസവും ദൈവവിശ്വാസവും മതവിശ്വാസവും ഒന്നുമില്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും വിശ്വാസത്തിൽ പോകുന്നവരെ എങ്ങനെ കുറ്റം പറയാൻ അദ്ദേഹത്തിന് തോന്നുന്നത്. ഒരു മതത്തോടും എനിക്ക് പ്രത്യേക സ്നേഹവും വിദ്വേഷവും ഇല്ല. അങ്ങനെ പാടില്ല. എല്ലാ മതത്തോടും നമുക്ക് സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ വേണം. കുറ്റവാളികൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ സൃഷ്ടിയാണെന്ന വിചാരവും എനിക്കില്ല. മതത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തിനായി ഉപയോഗിക്കുന്നവരാണ് അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. എന്റെ പാർട്ടി നിലപാടിന് വിപരീതമായ നിലയിൽ കമന്റ് വന്നതിൽ ഞാൻ ദുഃഖിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യും. ആത്മാർത്ഥമില്ലാത്തൊരു ക്ഷമയാണ്. പക്ഷെ ഇതൊന്നുമല്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം സമൂഹത്തിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ പലപ്പോഴും പരത്തുന്നുണ്ട്. ആ പരത്തുന്നത് പലപ്പോഴും ഈ തീവ്ര വലതുപക്ഷക്കാരാണ്. ആ തീവ്ര ഹിന്ദുത്വവാദികളായ വലതുപക്ഷക്കാരെ പ്രീണിപ്പിക്കാനും അവരുടെ കൂട്ടുകിട്ടാനുമാണ് നമ്മുടെ ക്രിസ്ത്യാനികളിലെ പലരും ഈ രീതിയിലുള്ള നറേറ്റീവ് വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഹിന്ദുക്കളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരുമിച്ച് കൂടാനും പ്രാർത്ഥിക്കാനും ആത്മീയമായൊരു സത്സംഗമില്ല. ഇത് ജീവിതത്തിൽ വലിയൊരു ആത്മീയ ശൂന്യത ഉണ്ടാക്കുന്നു. ആ ശൂന്യതയെ മറികടക്കാൻ ഞങ്ങളുടെ ഇടയിലുള്ള തീവ്ര സ്വരക്കാരാണ് എപ്പോഴും അപ്പുറത്ത് മുസ്ലിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികൾ ഓർക്കേണ്ട കാര്യം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ക്രിസ്ത്യാനികൾ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ക്രിസ്ത്യാനികൾ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് വിഘടിച്ച് കിടക്കുന്ന നായരെ, നമ്പൂതിരിയെ, ഈഴവനെ, ധീവരനെ, വെള്ളാളനെ, ആദിവാസിയെ, അമ്പലവാസിയെ, ക്ഷത്രിയനെ, പിന്നെ അങ്ങനെ ഈ അമ്പലവാസി മുതൽ ആദിവാസി വരെ, നമ്പൂതിരി മുതൽ നായാടി വരെ വിഘടിച്ച് കിടക്കുന്ന ആൾക്കാരെ ഒരുമിപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ഈ അപരമത വിദ്വേഷം വരുന്നത്. അതിൽ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ വീണു പോകരുത്. ഇതിന് കപട മതേതരവാദമല്ല മറുപടി. മതേതരവാദം കൊണ്ട് ഇത് സോൾവ് ആവില്ല. ഗാന്ധിയൻ വാദമാണ് വേണ്ടത്. അതിനെ നിങ്ങൾക്ക് മതസൗഹാർദ്ദമെന്നോ വിശ്വമാനവികതയെന്നോ ബഹുസ്വരതയെന്നോ പ്ലൂറലിസം എന്നോ ഗാന്ധിസം എന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. പക്ഷേ അതിലൂടെ മാത്രമേ ഈ പ്രശ്നം സോൾവ് ആവൂ. മുസ്ലിം സമൂഹത്തിലാണ് അങ്ങനെ കുറ്റക്കാരും ക്രിമിനലുകളും കൂടുതലെന്ന് പറയുന്നതിന് ഒരു ഡേറ്റാ ബാക്കിങ്ങും ഇല്ല. അതൊക്കെ ചുമ്മാ ഒരു ഗുമ്മിന് വേണ്ടി തെള്ളുന്നതാണ്. എന്നാൽ നേരെ തിരിച്ച് ഡേറ്റയുള്ള കാര്യങ്ങളാണ് ഹിന്ദു ക്രിസ്ത്യൻ സമൂഹത്തിലെ ജനസംഖ്യാ തകർച്ചയും മറ്റു പ്രശ്നങ്ങളും. അതിലേക്ക് കൂടി ശ്രദ്ധ ചെലുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.